3 പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് കുർത്ത സെറ്റ്സ് ആണ് ഇത് നോക്കാൻ പോകുന്നത്. 2 ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ചന്ദേരി ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ഫുൾ ലുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ടോപ്പ് 3 പീസ് സെറ്റാണ് കേട്ടോ. ഓർഗൻസയിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൽ കുറച്ചൊന്ന് ഹൈലൈറ്റഡ് ആയിട്ട് ഒരു ആപ്ലിക് വർക്ക് ഡീറ്റെയിലിംഗ് ആണ്. സ്കാറ്റർഡ് ആയിട്ട് ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സ്കാലപ്പ് ഡീറ്റെയിൽ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടോപ്പിൽ നോക്കുവാണെങ്കിൽ ആ ഒരു നെക്ക് പോർഷനിൽ നമുക്ക് ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്ലീവ്സ്, അതേപോലെ ആ ഒരു ബോട്ടത്തിൻ്റെ എൻഡ് പോർഷനിലും നമുക്ക് സെയിം ആ ഒരു ലേസ് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു സ്ലീവ്സിൻ്റെ പോർഷനിൽ നോക്കുവാണെങ്കിൽ എംബ്രോയിഡറി ഡീറ്റെയിലിങ്ങിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു ഷുഗർ ബീഡ്സിൻ്റെ വർക്ക് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾ ഓവറായിട്ട് നോക്കുവാണെങ്കിൽ ആ ഒരു ടോപ്പിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് സ്കാറ്റർഡ് ആയിട്ട് താഴത്തെ പോർഷനിലും പിന്നെ ഈ ഒരു ചെസ്റ്റ് പോർഷനിലും ആ ഒരു മിഷൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു ഷുഗർ ബീഡ്സിൻ്റെ വർക്ക് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഇതാണ് കേട്ടോ. രണ്ടിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ആണ്. സൈഡ് സ്ലിറ്റ് കൊടുത്ത് ലൈനിങ് കൂടെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 3/4 സ്ലീവ്സിൻ്റെ എൻഡ് പോർഷനിൽ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് എംബ്രോയിഡറി ഡീറ്റെയിലിങ്ങിൽ വരുന്നുണ്ട്. ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ആ ഒരു നെക്ക് പോർഷനിൽ വരുന്നുണ്ട്, ടോപ്പിൻ്റെ എൻഡ് പോർഷനിൽ വരുന്നുണ്ട്. അതേപോലെ ബോട്ടത്തിൻ്റെ എൻഡ് പോർഷനിലും ഈ ഒരു സെയിം വർക്ക് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്ത് പോകുന്ന കളക്ഷനാണ്. ആൻഡ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സ്ട്രൈറ്റ് ഫിറ്റിലാണ്. വിത്ത് ആ ഒരു എൻഡ് പോർഷനിൽ നമുക്ക് ആ ഒരു ലേസ് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓർഗൻസയിൽ വന്നിട്ടുള്ള ദുപ്പട്ട വിത്ത് ആപ്ലിക് വർക്കും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത്. ടോപ്പിൽ ഫുൾ ലുക്ക് ഇതാണ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് FW327 എന്ന കോഡിൽ 2199 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള കളക്ഷൻസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഇന്ന് കുറച്ച് സെമി സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഞാൻ വേറെ എടുക്കുന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡ് നമുക്കൊരു ട്രഡീഷണൽ ആയിട്ടൊക്കെ ഫംഗ്ഷനായാലും അല്ല ടെമ്പിൾ വെയർ ആയിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ട്രഡീഷണൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു സാരീസിൻ്റെ കളക്ഷനൊക്കെ വന്നിട്ടുള്ളത്. ഇനി ഫസ്റ്റ് വൺ ഈ ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ്. മസ്റ്റേർഡ് യെല്ലോ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എല്ലാ സ്കിൻ ടോണിനും നമുക്ക് ചേരുന്ന ഒരു കളറും കൂടെയാണല്ലേ. ആൻഡ് ആ ഒരു ബ്ലാക്ക് ത്രെഡിൻ്റെയും സിൽവർ സറിയുടെയും ഒരു വീവിങ് സ്റ്റൈലാണ് ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് അപ്പർ പോർഷനിൽ നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് തിന്നായിട്ട് വന്നിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ്. ആൻഡ് ലോവർ പോർഷനിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ബ്രോഡായിട്ട് വന്നിട്ടുള്ള ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ട് ആ ഒരു ബ്രൊക്കേഡ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ത്രെഡിൻ്റെയും സിൽവർ സാരിയുടെയും വീവിങ് സ്റ്റൈലാണ് പ്ലേസ് ചെയ്ത് പോകുന്നത്. ആൻഡ് പല്ലു പോർഷൻ നോക്കുകയാണെങ്കിൽ ഷോർട്ട് പല്ലു ആൻഡ് ബ്രൊക്കേഡ് സ്റ്റൈലിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സെൽഫ് ടാസിൽസ് കൂടെ കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. എല്ലാത്തിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള വീവിങ് പാറ്റേൺ ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ലുക്ക് നോക്കുവാണെങ്കിൽ ഇതാണ്. ആൻഡ് അതിലും ആ ഒരു ബ്രൊക്കേഡ് സ്റ്റൈലിൽ വന്നിട്ടുള്ള വീവിങ് ത്രെഡിൻ്റെയും സിൽവർ സാരിയുടെയും വീവിങ് സ്റ്റൈലാണ് ഫുള്ളി പ്ലേസ് ചെയ്ത് പോയിട്ടുള്ളത്. പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കാനാണെങ്കിലും ഭയങ്കരമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാരിയും കൂടെയാണ്. ആൻഡ് അതിൻ്റെ ബ്ലൗസ് പീസ് നോക്കുവാണെങ്കിൽ ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ വന്നിട്ടുള്ള ആ ഒരു വീവിങ് സ്റ്റൈലാണ് ഫുള്ളി ആ ഒരു വിത്ത് ബോർഡർ ഡീറ്റെയിലും കൂടെ പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു മോവ് ഷെയ്ഡാണ്. ആൻഡ് ഇതിലും ഇതാണ് കേട്ടോ ബോഡി ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതാണ് പല്ലുവിൻ്റെ പോർഷനിലും ആ ഒരു ബ്രൊക്കേഡ് സ്റ്റൈലിലാണ് ഫുള്ളി നമുക്ക് ആ ഒരു ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് സെയിം ആ ഒരു സ്ട്രൈപ്സ് പാറ്റേണിലാണ് ബ്ലൗസ് പീസിൻ്റെ ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഓവറോൾ ലുക്ക് നോക്കുവാണെങ്കിൽ ഇതാണ് കേട്ടോ. യങ്സ്റ്റർ ആണെങ്കിലും അമ്മമാരാണെങ്കിലും ഒരേപോലെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരീസിൻ്റെ കളക്ഷനാണ്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ സിൽവർ ജ്വൽസൊക്കെ ഇട്ട് പെയർ ചെയ്യുവാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് പല്ലു പോർഷൻ വരുന്നത് ആ ഒരു ബ്രൊക്കേഡ് സ്റ്റൈലിലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണിച്ചതിൽ കുറച്ചും കൂടെ നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എല്ലാവർക്കും ചേരുന്നൊരു കളർ ഷെയ്ഡും കൂടെയാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ്. ആ ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ തന്നെ ബ്ലൗസിൽ നമുക്ക് കുറച്ച് വർക്ക് ആരി വർക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലും
ഒരു ഗുഡ് ഓപ്ഷനാണ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് KAC 176 എന്ന കോഡിൽ 1499 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള കളക്ഷൻസ്. ചെക്ക് ഔട്ട് www.aham.store. സെമി സിൽക്കിൽ തന്നെ 2 ഡിഫറെൻറ്റ് ലുക്കിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻ. രണ്ടും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈ ഒരു ഡാർക്ക് മജന്ത ഷെയ്ഡാണ്. ആൻഡ് ഇതിൽ നോക്കുവാണെങ്കിൽ ബോഡിയിൽ ഒരു ഗോൾഡൻ സറി ആൻഡ് ബ്ലാക്ക് സറിയുടെ ഒരു ത്രെഡ് വീവിങ് സ്റ്റൈലാണ് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു ബോർഡർ ഡീറ്റെയിലിങ്ങിൽ സിഗ്സാഗ് പാറ്റേണിലാണ് ആ ഒരു വീവിങ് സ്റ്റൈൽ നമുക്ക് പ്ലേസ് ചെയ്ത് പോയിട്ടുള്ളത്. ആൻഡ് ബോഡിയിൽ നോക്കുവാണെങ്കിലും ഫുള്ളായിട്ട് ആ ഒരു ബ്രോക്കേഡ് സ്റ്റൈലിലാണ് വീവിങ് സ്റ്റൈൽ കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് ഇതാണ് കേട്ടോ ബോഡി പോർഷൻ. ആൻഡ് അപ്പർ പോർഷൻ നോക്കുവാണെങ്കിൽ തിന്നായിട്ട് വന്നിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ്. ആൻഡ് ലോവർ പോർഷൻ നോക്കുവാണെങ്കിൽ കുറച്ച് ബ്രോഡായിട്ട് വന്നിട്ടുള്ള ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് തന്നെ ഒരു സിഗ്സാഗ് പാറ്റേണിലാണ് നമുക്ക് വീവിങ് സ്റ്റൈൽ വന്നിട്ടുള്ളത്. ആൻഡ് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കാനാണെങ്കിൽ പൊതുവേ സെമി സിൽക്കൊക്കെ പ്ലീറ്റ്സ് ഒക്കെ എടുക്കാനാണെങ്കിലും നല്ലപോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാരിയും കൂടെയാണ് കേട്ടോ. ആൻഡ് ബ്ലൗസ് പീസ് ആ ഒരു സെയിം സ്ട്രൈപ്പ് പാറ്റേണിൽ വന്നിട്ടുള്ള ബ്ലൗസ് പീസാണ്. അതിലും ആ ഒരു ഗോൾഡൻ സറി ആൻഡ് ആ ഒരു ത്രെഡ്സിൻ്റെ ഒക്കെ ഒരു വീവിങ് സ്റ്റൈൽ നമുക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് പല്ലു പോർഷൻ നോക്കുവാണെങ്കിൽ ഇതാണ് ജോമെട്രിക് ടൈപ്പിലാണ് ആ ഒരു പല്ലുവിൻ്റെ പോർഷൻ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. ആ ഒരു വയലറ്റ് ഷെയ്ഡാണ്, ഡാർക്ക് വയലറ്റ് ഷെയ്ഡ്. രണ്ടും ആ ഒരു ഡാർക്ക് ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ്. ആൻഡ് ഇതിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ജോമെട്രിക് ടൈപ്പിലാണ് ആ ഒരു സറിയുടെയും ആ ഒരു ത്രെഡിൻ്റെയും വീവിങ് സ്റ്റൈൽ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ട്രഡീഷണൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വരുന്നതും സെയിം ആ ഒരു ഷോർട്ട് പല്ലു ആൻഡ് ജോമെട്രിക് പാറ്റേൺ വിത്ത് ബ്ലൗസ് പീസും സെയിം പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ആ ഒരു ടിഷ്യൂടെ ഒരു വീവിങ് സ്റ്റൈൽ. നമ്മൾ ലൈറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും നല്ലപോലെ തിളങ്ങി നിൽക്കുന്ന ഒരു സാരിയാണ്. ആൻഡ് ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത്. ആൻഡ് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ആ ഒരു ഗോൾഡൻ ജ്വൽസ് ഒക്കെ പെയർ ചെയ്തിടുമ്പം വളരെ ഭംഗിയായിട്ടിരിക്കും. ആൻഡ് ഇതാണ് കേട്ടോ ഓവറോൾ ലുക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒരു ബൂട്ടാസിൻ്റെ വീവിങ് സ്റ്റൈൽ നമുക്ക് പോയിട്ടുണ്ട്. ആൻഡ് അപ്പറിലും ലോവറിലും ആ ഒരു ജോമെട്രിക് സ്റ്റൈലിൽ വന്നിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് ഇതിലും പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് പല്ലു പോർഷൻ ഷോർട്ട് പല്ലു ആൻഡ് ബ്രോക്കേഡ് സ്റ്റൈൽ. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നതും ബ്രോക്കേഡ് സ്റ്റൈലിലാണ് വിത്ത് ആ ഒരു കുഞ്ഞു കുഞ്ഞു ഡയമണ്ട് പാറ്റേണിലാണ് നമുക്ക് ബ്ലൗസ് പീസ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഫൈനലി ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതും ആ ഒരു സെയിം പാറ്റേൺ തന്നെ ടിഷ്യൂടെ ഒരു വീവിങ് സ്റ്റൈൽ പോയിട്ടുണ്ട് വിത്ത് ഗോൾഡൻ സറിയുടെ ഒക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ബൂട്ടാസിൻ്റെ ഫ്ലവർ പാറ്റേണും ബോഡിയിൽ ത്രൂ ഔട്ട് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് പല്ലു ആൻഡ് ബ്ലൗസ് പീസ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് KAC 178 എന്ന കോഡിൽ 1569. നേരത്തെ കാണിച്ചത് 1499 ആയിരുന്നു. ഇതിൽ ചെറിയൊരു പ്രൈസിൻ്റെ വേരിയേഷൻ നമുക്ക് വരുന്നുണ്ട്. 1569 ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഔട്ട് www.aham.store.